നീറ്റ് ചോദ്യപേപ്പർ ചർച്ചയെ തുടർന്ന് ഇന്നലെ പാർലമെന്റ് സ്തംഭിച്ചിരിക്കുകയാണ്. സ്പീക്കർ പ്രതിപക്ഷത്തെ അനുനയിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ ചർച്ചയ്ക്ക് വീണ്ടും അവർ സമ്മതിക്കാമെന്നും ബില്ല് പാസാക്കാൻ അനുവദിക്കാമെന്നും അവർ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ആവശ്യപ്രകാരം തന്നെയാണ് നീറ്റ് എക്സാമിന്റെ സ്കാമുമായി ബന്ധപ്പെട്ട് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ രൂപീകരിക്കുകയും കുറച്ച് 2024 ഭേദഗതി അപ്പാടെ ചേഞ്ച് ആവുകയും ചെയ്യുന്നത്. പക്ഷെ എന്നിട്ടും ഇന്നലെ പ്രതിപക്ഷം ആദ്യമേ തന്നെ പറഞ്ഞത് ഞങ്ങൾ വിദ്യാർത്ഥികൾക്കൊപ്പമാണ്, നിങ്ങൾ എന്ത് ബില്ല് അവതരിപ്പിച്ചാലും ഞങ്ങളത് ഒരുമിച്ച് പാർലമെന്റിൽ പാസ്സാക്കാം എന്ന് പറഞ്ഞിട്ട് പോലും പക്ഷെ ഇന്നലെ ബില്ല് അവതരിപ്പിച്ച സമയത്ത് നമ്മൾ കണ്ട കാഴ്ച പ്രതിപക്ഷം ആവശ്യമില്ലാത്ത വിഷയത്തിൽ തർക്കം വരികയായിരുന്നു. അതായത് ദില്ലി പോലീസ് അവിടുത്തെ സ്റ്റുഡൻസിനെ ആക്രമിച്ചപ്പോൾ എന്തുകൊണ്ട് അതിൽ അമിത്ഷാ മൗനം പാലിക്കുന്നു? കോൺഗ്രസിലെ എംപിമാർ, അതായത് പ്രതിപക്ഷത്തിലെ എംപിമാർ എല്ലാം തന്നെ വട്ടം ചേർന്ന് നിന്ന് അമിത്ഷാ മറുപടി പറയണം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയണം, അയോധ്യ രാമക്ഷേത്ര കൊള്ളയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സംസാരിക്കണം എന്നീ കാര്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് ഇന്നലെ പാർലമെന്റ് കൂടിയത് തന്നെ നമുക്ക് ഈ ഒരു ബില്ല്, അതായത് പൊതുപരീക്ഷാ ഭേദഗതി ബില്ല് എങ്ങനെയെങ്കിലും പാസ്സാക്കാം എന്ന് രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ ഇത് പാസ്സാക്കാൻ പറ്റുള്ളൂ എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചത് കൂടിയാണ്. പക്ഷേ തത്സമയം എത്തിക്കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷം ആവശ്യമില്ലാത്ത വിഷയം അതിൽ കുത്തിക്കയറ്റി മനഃപൂർവ്വം ഇടിയും ബഹളവും ഉണ്ടാക്കി യാതൊരു തരത്തിലും അമ്പിന് വില്ലിനും അടുക്കാത്ത രീതിയിലാണ് ഇന്നലെ നടന്നത്. അങ്ങനെയാണ് ചർച്ച പരാജയപ്പെട്ടത്. ഇന്ന് ചൊവ്വാഴ്ച ആ ചർച്ച വീണ്ടും പുനഃസംഘടിക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയാണ്. എന്താണ് നമുക്ക് ഈ ബില്ലിന്റെ ഭേദഗതി ബില്ല് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. എന്ത് മാറ്റങ്ങളാണ് ഇതിലേക്ക് വന്നതെന്ന് കൂടി നമുക്ക് നോക്കാം, നമുക്ക് പരിശോധിക്കാം. പൊതുപരീക്ഷാ ഭേദഗതി ബില്ല് 2026 2024 നിയമത്തെയാണ് ഭേദഗതി ചെയ്യുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞതാണ്. 2024 നിയമത്തിലെ 3 മുതൽ 5 വർഷം വരെയുള്ള തടവ് ശിക്ഷ 10 വർഷമായി ഉയർത്തി. മാത്രമല്ല പിഴ തുക 10 ലക്ഷത്തിൽ നിന്നും 50 ലക്ഷം രൂപ വരെ ആക്കുകയും ചെയ്തു. പുതിയ ബില്ല് വ്യവസ്ഥ ചെയ്യുകയും ചെയ്യുന്നു. കുറ്റം സംഘടിതമാണെന്ന് കണ്ടെത്തിയാൽ കുറഞ്ഞത് 7 വർഷത്തെ തടവും 10 കോടി രൂപ വരെ പിഴയും ബില്ലിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. ഇതാണ് വന്ന മാറ്റങ്ങൾ. അതായത് 2024 ബില്ലില് 3 മുതൽ 5 വർഷം വരെയാണ് പിഴവെങ്കിൽ അല്ലെങ്കിൽ തടവെങ്കിൽ ഇപ്പോൾ 10 വർഷം വരെയാണ് തടവ്. മാത്രവുമല്ല അന്ന് 10 ലക്ഷം രൂപയാണ് പിഴയെങ്കിൽ ഇപ്പോൾ 50 ലക്ഷമായിട്ട് അത് ഉയർത്തുകയും ചെയ്തു. ഇതിന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഇനി എന്ത് വന്നു കഴിഞ്ഞാലും ഇതേപോലെ മറ്റൊരു നീറ്റ് എക്സാമിന്റെ പേപ്പർ ഇവിടെ ലീക്ക് ആവരുത്, ഇനി ഒരു സ്റ്റുഡൻസും ഇവിടെ ആത്മഹത്യ ചെയ്യരുത്, ഇനി ഒരു സ്റ്റുഡൻസിന്റെ പാരന്റ്സ് പോലും ഇവിടെ വേദന അനുഭവിക്കരുത്. കാരണം കഷ്ടപ്പെട്ട് പഠിച്ച് മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് അവരർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കണം എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ബില്ല് പാസ്സാക്കാൻ തുനിയുന്നത്. പക്ഷെ ആ ഒരു ബില്ലിൽ പോലും ഇപ്പോൾ പ്രതിപക്ഷം എതിർക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകളിലെ അന്വേഷണം പൂർത്തിയാക്കാൻ 2 മാസത്തെ സമയപരിധിയും ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട്. കുറ്റപത്രം സമർപ്പിച്ച 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കാൻ കഴിയുന്ന ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ബില്ല് അധികാരം നൽകും. എന്ത് നല്ല കാര്യമാണ്! ഇത്രയും നല്ലൊരു കാര്യത്തിനെയാണ് ഈ ബില്ല് അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ കൊണ്ടുവന്ന പ്രതിപക്ഷം ഇന്നലെ സ്തംഭിച്ചിരിക്കുന്നത്. ഇതൊന്നും അറിയാതെ CJP പാർട്ടി പുറത്തുനിന്ന് അവരുടെ സംഘാടകർ പറയാണ് ഞങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ള. വാഗ്ദാനങ്ങൾ പാലിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളുകളാണ് കോൺഗ്രസ്സുകാരും പ്രതിപക്ഷ നേതാക്കളും എല്ലാവരും അകത്ത് കയറിയിട്ട്, എംപിമാരുടെ അകത്ത് കയറിയിട്ട്, പക്ഷെ അവർ നിങ്ങളോട് പറഞ്ഞ പോലെയല്ല പാർലമെന്റിൽ വന്ന് പ്രതികരിക്കുന്നത്. കാരണം നിങ്ങളോട് എന്താണ് വ്യവസ്ഥ ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്. കാരണം വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാർത്ഥികളുടെ ശബ്ദമായിട്ട് സംസാരിക്കേണ്ടവർ, വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട, അതായത് എന്തുകൊണ്ടും ഈ 10 വർഷം തടവും അതോ 10 ലക്ഷം രൂപയിൽ നിന്ന് 50 ലക്ഷം രൂപ പിഴയാക്കുകയും 3 മാസത്തിനുള്ളിൽ തന്നെ കേസ് എടുക്കുകയും പിന്നെ വിചാരണ കോടതികളെ, ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സെപ്പറേറ്റ് ഒരു കോടതികളായിട്ട് പെട്ടെന്ന് തന്നെ ഇതിന്റെ ആ ഒരു കേസിൽ വിധി വരാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ഒരു കോടതി തന്നെ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാപിക്കുന്നത്. ഇത്രയും മാത്രം നല്ല ഒരു നിയമത്തെയാണ് ഇവർ, ഭേദഗതി ബില്ലിനെയാണ് ഇവർ അപ്പാടെ രാമക്ഷേത്ര കൊള്ള അനാവശ്യമായിട്ടുള്ള ഈ ഒരു കേസും പറഞ്ഞിട്ട് എതിർക്കുന്നത്. പക്ഷേ ഇത് സംസാരിക്കാൻ പറ്റിയ, രാമക്ഷേത്ര കൊള്ളയെ പറ്റി സംസാരിക്കാൻ പറ്റിയ മറ്റൊരു ദിവസം ഇവർക്ക് ഇല്ലാത്തതുകൊണ്ടല്ലോ. അപ്പോൾ ഈ ബില്ല് പാർലമെന്റിൽ പാസ്സാക്കാൻ പാടില്ല. കാരണം ഈ ബില്ല് സംസാരിക്കുന്നതിന് മുന്നേ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടാകും, പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ കാര്യത്തോടെടുത്തപ്പോൾ പ്രതിപക്ഷം കൂറുമാറുകയാണ് ചെയ്തത്. ഇതൊന്നും ഇന്നലെ നടക്കുന്ന കാര്യമല്ല, വർഷങ്ങളായിട്ട് ഇവരുടെ ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ്. പക്ഷെ എന്ത് തന്നെയാണ്, വിദ്യാർത്ഥികളോട് നിങ്ങൾ ഈ ക്രൂരത കാട്ടാൻ പാടില്ല എന്ന് മാത്രമാണ് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇന്നലെ സ്പീക്കറായ ഓം ബിർളയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ എംപിമാരോട് സംസാരിച്ചത് കൊണ്ട്, ഒരു സമവായത്തിലെത്തിയത് കൊണ്ട് മാത്രമാണ് അവർ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ നമുക്ക് ഈ ബില്ലിനെ പറ്റി ചർച്ച ചെയ്യാം, ഇനി ഞങ്ങൾ
സ്തംഭിപ്പിക്കുകയില്ല. കാരണം നമുക്ക് അങ്ങനെയൊക്കെയുള്ള പറഞ്ഞപ്പോഴാണ് ഇന്ന് തുടങ്ങിയതെങ്കിലും പക്ഷെ ഇപ്പോഴും തദൈവ തന്നെയാണ്. ഇന്നലത്തെ അവസ്ഥ എന്താണോ ആ അതേ അവസ്ഥ തന്നെയാണ് ഇന്നും. എങ്ങും എത്താതെ ഇപ്പോഴും സ്തംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർലമെന്റിന്റെ നടുക്ക് കയറി നിന്നിട്ട് അമിത്ഷാ പറയണം, അമിത്ഷാ ഇതിന് മറുപടി പറയണം എന്നാണ് പറയുന്നത്. അമിത്ഷാ മറുപടി പറയേണ്ടടുത്ത് അമിത്ഷാ മറുപടി പറയും. അമിത്ഷാ ഇപ്പോൾ എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ അവര് പറയും. കാരണം അമിത്ഷാ മറുപടി പറഞ്ഞെന്ന് പറയുമ്പോൾ ഇവിടെ എനിക്കൊരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. പാർലമെന്റ് എന്ത് സുപ്രധാന ബില്ല് അവതരിപ്പിച്ചാലും പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി ഒരിക്കലും അവിടെ ഉണ്ടാവാറില്ല. അങ്ങനെയുള്ള ഒരു പ്രതിപക്ഷമാണ് ഇപ്പോൾ അമിത്ഷായ്ക്ക് നേരെ വിരൽ ചൂടുന്നത്. ഇതെല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ ന്യായം പറയുകയാണെന്ന് വാദിക്കുന്ന പലരോടുമാണ് എനിക്ക് പറയാനുള്ളത്. സുപ്രധാനമായ പല ബില്ലും പാർലമെന്റിൽ ചർച്ച ചെയ്യുമ്പോൾ അപ്പോഴെല്ലാം രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ ആദ്യമേ എടുത്തു നോക്കണം. എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. VBG റാംജി ബില്ലിന്റെ ചർച്ച വന്നതിന് രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു? അങ്ങ് BMW ഷോറൂമിന്റെ അവിടെയായിരുന്നു. ഇവിടെയല്ല, നാടുവിട്ടേ പോയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അന്ന് തന്നെ ഏറ്റവും കൂടുതൽ രൂക്ഷ വിമർശനം രാഹുൽ ഗാന്ധിക്ക് നേരിട്ടാണ്. ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവർ രാഹുൽ ഗാന്ധിക്ക് ഇപ്പൊ പോയില്ലെങ്കിൽ എന്താ BMW അവിടെ നിന്ന് മാറിപ്പോകുമോ എന്ന് വരെ ചോദിച്ച സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്, ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ലല്ലോ. എന്ന് തന്നെയാണെങ്കിലും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്ന വിദ്യാർത്ഥികൾ കൂടെയുണ്ടെന്ന് വാദിക്കുന്ന കോൺഗ്രസ് ഇപ്പോൾ നിങ്ങളുടെ ഇരട്ടത്താപ്പിനായി നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയെങ്കിലും വിദ്യാർത്ഥികളുടെ മുമ്പിൽ നേരെ നോക്കി നിൽക്കാം.